ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ഓക്കെ, സവാളയാണ് നമ്മൾ എടുത്തേക്കുന്നത്. 2 കിലോ ചിക്കൻ, ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഒരിത്തിരി ചിക്കൻ മസാല, പിന്നെ ഒരു മുറി നാരങ്ങയും കൂടി പിഴിഞ്ഞ് നമ്മൾ പുരട്ടി വെച്ചേക്കാണ്. ഓക്കെ, ഇതിപ്പോൾ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറായി. ഗൈസ്, സവാള ഏതാണ്ട് ഈ ഒരു പാകം, അതായത് ഒന്ന് നന്നായി വാടി 2-3 സവാളയൊക്കെ ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ അതിലേക്ക് എത്ര പേരുണ്ടോ അതനുസരിച്ചിട്ടാണ് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ 4 പേരാണുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ഈ സവാളയ്ക്കുള്ള മുളക് പൊടി ഇടുക. അതായത് 1 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ്, 2, 3, 4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. എത്ര സ്പൂൺ ഇട്ടോ അതിൻ്റെ ശരിക്കും 1 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇതിന് ചെറിയ സ്പൂണില്ല. ഓക്കെ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ചിക്കൻ മസാല. ചിക്കൻ മസാല ഒരു 1.25 സ്പൂൺ. കാരണം അല്ലെങ്കിൽ നമുക്ക് ആ ചിക്കൻ കറിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടില്ല. ഓക്കെ, ഇത് മല്ലിപ്പൊടി ഒരു 1.25 സ്പൂൺ. അത് നിങ്ങൾക്ക് മല്ലിപ്പൊടി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ മല്ലിപ്പൊടി ഇടണ്ട, കുഴപ്പങ്ങളൊന്നുമില്ല. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യമേ തന്നെ നിങ്ങൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒന്നും ഇടരുത്, കാരണം സവാള ഉരുകി പിടിക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എത്രത്തോളം ഇത് ആഡ് ചെയ്യുന്നുണ്ടോ അത് ഇപ്പോഴേ ആഡ് ചെയ്യണം, എന്നാലേ എല്ലാം ഇതിൽ പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിന് നന്നായി ഒന്ന് മുരുകി വരാൻ സമയത്ത് നമ്മൾ ഇട്ടിട്ടില്ല, ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഉപ്പ് നമ്മൾ 2 സ്പൂൺ ഉപ്പ്. ഓക്കെ, ഞാൻ 2 ടീസ്പൂൺ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള വാട്ടാനാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ മതി. നമ്മളിനി ഇതിലേക്ക് ചിക്കനും ഗ്രേവിയും വരും, അപ്പോൾ അതിനും കൂടി വേണ്ട ഉപ്പ് നമ്മൾ ഇപ്പോഴേ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ഗൈസ്, ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്യണം. ഞാൻ 2 തക്കാളിയും 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് റെഡി ആവട്ടെ. ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഈ ഒരു കളറ്, ബ്രൗണിഷ് കളറ് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഇത്തിരി കറിവേപ്പില, ഒരു 3 അല്ലിയൊക്കെ മതി. കറിവേപ്പില എത്രത്തോളം ഇടണം അത്രത്തോളം കറി ടേസ്റ്റ്ഫുള്ളായിരിക്കും. ഓക്കെ, കറിവേപ്പില ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ, നമ്മൾ മസാലയൊക്കെ പറ്റി വെച്ചേക്കണ ചിക്കൻ ഇടാം. ഗൈസ്, ഇനി ഇതിലേക്ക് ചിക്കൻ ഇടാം. വാവ്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചിക്കൻ മുങ്ങിക്കിടക്കാനുള്ള അത്രയും വെള്ളം ഒഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചാണ് ഗൈസ്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഇതേ അളവിൽ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഗൈസ്, അപ്പോൾ ഇതേ അളവിൽ വെള്ളം ഒഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒഴിക്കുന്ന വെള്ളത്തിനും കൂടെയുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ഇനി ഹൈ ഫ്ലെയിം ആക്കാം കേട്ടോ. ഇതൊന്ന് തിളയ്ക്കുന്ന ഒരു ഹൈ ഫ്ലെയിം ആക്കിയിട്ട് തിളച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിം ആക്കാം. അതുപോലെ തന്നെ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സ്മെല്ലൊന്ന് ചെയ്യാം. ഇതൊന്ന് സ്മെല്ല് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലേവറിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഫ്ലേവർ ആഡ് ചെയ്താൽ മതി, നിങ്ങൾക്കിപ്പോൾ കറക്റ്റ് അളവ് അറിയില്ലെങ്കിൽ. ഓക്കെ, സോ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആലുവ സ്പെഷ്യൽ ചിക്കൻ കറി വയ്ക്കുന്നത്. ഗൈസ്, ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇടുക.
ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം. ഗൈസ് അപ്പോൾ അതേ ലോ ഫ്ലെയിമിൽ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. ഒന്ന് ഹൈ ഫ്ലെയിമിലിടാം. അതിനുശേഷം ഒരു 3 അല്ലി കറിവേപ്പില അതിലേക്ക് വെറുതെ ഇട്ടതിന് ശേഷം അത് മറച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ ആലുവ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി.